അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 91-ാമത്തെ അധ്യായമായ സൂറത്തു ഷംസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തു ഷംസിലെ 10 ആയത്തുകളുടെ ആശയങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് മൊത്തത്തിൽ ആ സൂക്തങ്ങളുടെ ആശയം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ 2 തരം ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് വിജയം വരിക്കുന്ന ഒരു ജീവിതം, ആത്മാവിനെ കളങ്കപ്പെടുത്തിയിട്ട് പരാജയത്തിൽ അകപ്പെട്ടു പോകുന്ന മറ്റൊരു ജീവിതം. ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ശരിക്കും സൂര്യനും ചന്ദ്രനും പോലെ, പകലും രാത്രിയും പോലെ, ആകാശവും ഭൂമിയും പോലെ പരസ്പര വിരുദ്ധമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി അല്ലാഹു തആല അവശേഷിക്കുന്ന 5 സൂക്തങ്ങളിൽ സ്വന്തത്തെ കളങ്കപ്പെടുത്തി ധിക്കാരപരമായ ജീവിതം നയിക്കുന്ന, അങ്ങനെ ഇഹത്തിലും പരത്തിലും പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ഉദാഹരണമായിട്ട് സമൂദ് ഗോത്രത്തെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദ്ദബത് സമൂദു ബിതഗ്വാഹാ ഇദ് ഇൻബഅസ അശ്ഖാഹാ فقال لهم رسول الله ناقة الله وسقياها. കദ്ദബ യുകദ്ദിബു, കളവാക്കി തള്ളിപ്പറഞ്ഞു. നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? കദ്ദബത്, കളവാക്കിയിരിക്കുന്നു. സമൂദ് ഗോത്രം കളവാക്കിയിരിക്കുന്നു. ബിതഗ്വാഹ, തഗ്വ അതിക്രമം, ധിക്കാരം എന്നാണ് അർത്ഥം. തഗായത്തുക, അതിര് കവിഞ്ഞു എന്നാണ്. നേരത്തെ നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ? സൂറത്തുൽ അലഖില് ഇന്നൽ ഇൻസാന ലയത്ഗ എന്ന് പഠിച്ചിരുന്നു. നിശ്ചയം മനുഷ്യൻ അതിര് കവിയുന്നു. വെള്ളം ഒരു പരിധി കവിഞ്ഞ് ഉയർന്ന വെള്ളപ്പൊക്കമായി പ്രളയമായി മാറുന്ന അവസ്ഥയില്ലേ, അതിന് തകാന്ന് തന്നെയാണ് പറയാം. ഓരോന്നിനും അതിൻ്റേതായ ഒരു പരിധിയില്ലേ, ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് വളരുമ്പോൾ അത് ത്വഗ ആയിട്ട് മാറും. ഇവിടെ കദ്ദബത് സമൂദു ബിതഗ്വാഹ, സമൂദ് ഗോത്രം അതിൻ്റെ ധിക്കാരത്താൽ കളവാക്കി എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ ആരാണ് സമൂദ്? ചരിത്രം പഠിക്കുമ്പോൾ ആദം അലൈഹിസ്ലാമിൻ്റെ, നൂഹ് അലൈഹിസ്ലാമിൻ്റെയൊക്കെ കാലശേഷം അതിപുരാതനമായ ചില സമൂഹങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ആദ് സമൂഹമാണ്, മറ്റൊന്ന് സമൂദ് ഗോത്രമാണ്. ആദിന് ശേഷമാണ് സമൂദ് ഗോത്രം വരുന്നത്. ഇവരൊക്കെയും അറേബ്യൻ മേഖലയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ സമൂദ് ഗോത്രം താമസിച്ചിരുന്ന ഇടം അൽ ഹിജ്ർ എന്ന പ്രദേശമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്ർ എന്ന പേരിലൊരു സൂറയുണ്ട്. ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് മദാഇന സാലിഹ് എന്നാണ്. മദീനയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുമ്പോഴാണ്, മദീന തബൂക്ക് റൂട്ടിലാണ് ഈ പ്രദേശം വരുന്നത്. അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. വളരെ ഫലഭൂയിഷ്ഠമായ നല്ല വളക്കൂറുള്ള മണ്ണ്, അവിടെ അവർ കൃഷി ചെയ്തിരുന്നു. അതുപോലെ കന്നുകാലികളെ വളർത്തിയിരുന്നു. ഇതൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗമായിട്ട് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പരിഷ്കൃതരായ ആളുകളാണ്, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ. ഖുർആനിലെ സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ടല്ലോ, അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇങ്ങനെയുള്ള ആൾക്കാർ നാടുകളിലെങ്ങും ഉണ്ടായിരുന്നില്ല എന്നാണ്. അത്രയും അന്നത്തെ കാലത്തെ എൻജിനീയറിങ്ങും സംവിധാനമൊക്കെ ഉള്ളവരായിരുന്നു ആദ്, സമൂദ് പോലുള്ള ഗോത്രങ്ങൾ. അപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇവർ പിന്നീട് അതിസമ്പന്നരായി
നല്ല ആരോഗ്യമുള്ള വലിയ മനുഷ്യന്മാരായിരുന്നു അവർ. നമ്മളെപ്പോലെയല്ല, ചിലപ്പോൾ ഒരു 60 അടിയൊക്കെ ഉയരമുള്ള, എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ അത്ര ഉയരമുള്ള മനുഷ്യന്മാർ. അങ്ങനെയൊക്കെ ആയപ്പോൾ അവരിലെ ദുർബലന്മാരായ ആൾക്കാരെ അടിച്ചൊതുക്കി, അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു, ചൂഷണം ചെയ്തു, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് മാറി. ഈ ഒരു ഘട്ടത്തിലാണ് അള്ളാഹു താല സ്വാലിഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനെ അവരിലേക്ക് അയക്കുന്നത്. സ്വാലിഹ് അലൈഹിസ്സലാം വന്നു. അന്ന് അവർ വിശ്വാസപരമായിട്ടൊക്കെ വളരെ വികലമായ അവസ്ഥയിലാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് പകരം മറ്റു പല വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിട്ട് മാറിയിരുന്നു. മനുഷ്യൻ ഭൗതികമായിട്ട് ഉഷാറാകുമ്പോൾ അങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിൽ നിന്ന് അകന്ന് മറ്റു പലതിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ സ്വാലിഹ് അലൈഹി ഇസ്ലാം വന്ന് അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ നീതിപൂർവം ജീവിക്കണം, മറ്റ് മനുഷ്യരെ അടിച്ചമർത്തരുത്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ഞാൻ അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ്. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതിഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ നന്നാവണം, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം, അതാണ് ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു തെളിവ് വേണം എന്നാവശ്യപ്പെടാണ്. എന്താ തെളിവ് വേണ്ടത്? താങ്കൾ പ്രവാചകനാണ് എന്നതിനൊരു തെളിവ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കൂട്ടം ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഒട്ടകം പുറത്തേക്ക് വന്ന സംഭവം ഉണ്ടായി. ആ ഒട്ടകം അല്ലാഹു തആല ആ സമൂഹത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചു കൊടുത്ത ഒരു അത്ഭുത പ്രവൃത്തിയായിരുന്നു. പ്രവാചകന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ചില ദൃഷ്ടാന്തങ്ങൾ നൽകൂലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് മോജിസത്താണ്, അത്ഭുതമാണ് നൽകിയത്? വിശുദ്ധ ഖുർആനാണല്ലേ. ഖുർആനിലെ കടലാസല്ല, മറിച്ച് അതിലെ അക്ഷരങ്ങൾ, അതിലെ ആശയങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയ മോജിസത്ത്. അപ്പോൾ ഇതേപോലെ അവർക്കൊരു ഒട്ടകത്തെയാണ് കൊടുത്തത്. ആ ഒട്ടകം പോലെ പ്രത്യേകതകളുള്ള ഒട്ടകമായിരുന്നു. അപ്പോൾ ഒട്ടകം വന്നപ്പോൾ അവർക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നി. ഒട്ടകത്തൊന്നും ചെയ്യരുത്, ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, അതുകൊണ്ട് ഒരു ദിവസത്തെ വെള്ളം, അവിടെ കുടിക്കാൻ വെള്ളമുള്ളൊരു ജലാശയമുണ്ട്, അതിൽ ഒരു ദിവസത്തെ വെള്ളം ഒട്ടകത്തിന് കുടിക്കാനുള്ളതാണ്, അടുത്ത ദിവസം നിങ്ങൾക്ക് കുടിക്കാം, അതിനെ നിങ്ങൾ തടയാൻ പോകരുത് എന്ന് പറഞ്ഞു. കുറച്ച് ദിവസമൊക്കെ അവരങ്ങനെ അത് അനുസരിച്ചു. പക്ഷേ പിന്നീട് അവർ ധിക്കാരം പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് സന്ദർഭം. കദ്ദബത് സമൂദു ബിതഗ്വാഹ. അങ്ങനെ ധിക്കാരം മൂത്ത് അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ തള്ളിപ്പറഞ്ഞു. കദ്ദബത് സമൂദ് ഗോത്രം കളവാക്കി. ബിതഗ്വാഹ, അവരുടെ അതിക്രമത്താൽ, അവരുടെ ധിക്കാരത്താൽ അവർ കളവാക്കി. ഇദിൻബഅസ അഷ്ഖാഹ. അങ്ങനെ എന്തായി? ഈ ഒട്ടകം നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവർ മീറ്റിംഗ് കൂടി. ഇതിനിങ്ങനെ വിട്ടാൻ പറ്റില്ല. സ്വാലിഹിൻ്റെ ഒട്ടകം എന്ന് കരുതി അതിനെ പേടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? നമുക്കത് അപമാനമല്ലേ. നമ്മളല്ലേ ഇവിടുത്തെ ഭരണാധികാരികളും സമ്പന്നരും പ്രമാണിമാരും. നമ്മൾ പറയുന്നത് സ്വാലിഹല്ലേ കേൾക്കേണ്ടത്, അല്ലാതെ സ്വാലിഹ് പറയുന്നത് നമ്മളെന്തിനു കേൾക്കണം? ഇങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് 9 പേരടങ്ങുന്ന ഒരു സംഘം മീറ്റിംഗ് കൂടിയിട്ട് അവർ തീരുമാനമെടുത്ത് ഒട്ടകത്തെ ഇല്ലാതാക്കി കളയണം. അതാണ് ഇദിൻബഅസ അഷ്ഖാഹ. ഇത് സന്ദർഭം ഓർക്കുക. ബഅസ എന്ന് പറഞ്ഞാൽ അയച്ചു, ഒരാളെ പ്രത്യേകമായിട്ട് നിയോഗിച്ചു, അപ്പോയിൻ്റ് ചെയ്തു എന്നൊക്കെയാണ്. ഇംബഅസ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം തന്നെ രംഗത്ത് വന്നു, ഞാൻ ചെയ്തോളാം. അയാളെക്കുറിച്ച് ഖുർആൻ പറയണം, അയാൾ അഷ്കയാണ്. ഷഖിയ് നിർഭാഗ്യവാൻ, അഷ്ക പരമ നിർഭാഗ്യവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പരമനിർഭാഗ്യവാനായ ഒരാൾ രംഗത്ത് വന്നു, കൂട്ടത്തിലൊരാൾ, അതിൻ്റെ കഥ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു എന്നാണ്. അയാളുടെ പേര് ഖുദാർ ബിൻ സാലിഫ് എന്നാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരാൾ വന്നിട്ട് ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതാണ് പറഞ്ഞു വരുന്നത് അല്ലാഹു തആല. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ അതിക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ, മുതലാളിത്ത മനസ്സുള്ള ആൾക്കാർ, അവരാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചെയ്യുക അല്ലേ. ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അവർ മലകളിൽ, താഴ്വരകളിൽ, പിന്നെ മലകൾ, അങ്ങനെ തന്നെ പാറകളൊക്കെ വെട്ടിപ്പണിത്
ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന ജാബു സഹ്റ ബിൽ വാദ്, താഴ്വരകളിൽ പാറകൾ വെട്ടിയിട്ട് വീടുകൾ ഉണ്ടാക്കുക, നല്ല ഗോപുരങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. നല്ല ശില്പികളായിരുന്നു അവർ. പക്ഷെ അതൊക്കെ അവരെ ധിക്കാരത്തിലേക്കാണ് കൊണ്ടുപോയത്. പാറയുടെ അകത്ത് വലിയ വീടുകൾ, കൊട്ടാരങ്ങൾ പണിത് സുഖജീവിതം നയിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒട്ടകത്തെ വധിക്കാൻ വേണ്ടിയിട്ട് അവർ എഴുന്നേറ്റപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അള്ളാഹു താല വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു താല ധിക്കാരികളായ സമൂഹത്തെ നശിപ്പിച്ചത് എങ്ങനെയാണ് എന്നതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, അങ്ങനെ ചരിത്രബോധമുള്ളവരായി മാറാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.